എന്തിനാ ഏട്ടാ വെറുതെ ആർപ്പാടം കട്ടുന്നേ? അതിനൊത്ത് നിൽക്കാൻ നമ്മളെക്കൊണ്ട് പറ്റുമോ? അതിലും നല്ലത് ചെറിയ ചടങ്ങാ. ആ, നിന്റെ അഭിപ്രായം കൂടി ഞാൻ അവിടെ പറയാം. ആ, നീ എന്താ മോനെ അഭിപ്രായം ഒന്നും പറയാത്തെ? ഞാൻ എന്ത് പറയാനാ വലിയ മാമ? എന്താ മുഖത്തൊരു തെളിച്ചമില്ലാത്തെ? ഞാൻ വർഷയുടെ അവസ്ഥ ആലോചിക്കായിരുന്നു വലിയ മാമ. ഞാൻ കാരണം ആ കുടുംബം തകർന്നു പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. നീ കാരണോ? അതെങ്ങനെയാ? ജയൻ ജയിലിലായതിനും അച്ഛൻ മരിച്ചതിനും ഒക്കെ നീയാണോ കാരണക്കാരൻ? ആ, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. വിധിച്ചതേ കിട്ടൂ. അതങ്ങ് മറന്നേക്ക് നീ. അതൊക്കെ ഞാൻ അറിഞ്ഞു. ആ പലിശക്കാരൻ വന്ന് വേറൊരു പൂട്ടിട്ട് വീടും ഗേറ്റും ഒക്കെ പൂട്ടുകയും ചെയ്തു. ആ കുട്ടി നാട് വിട്ടു പോയെങ്കിൽ നന്നായെന്ന് ഞാൻ പറയൂ. അച്ഛനും മരിച്ചു, വീടും ഇല്ല. പിന്നെ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? ദേ, വലിയ മാവൻ തറപ്പിച്ച് പറയുക. അതൊക്കെ അങ്ങ് മനസ്സിൽ നിന്ന് വിട്. കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിക്കുക. എന്താ എതിർപ്പ് വല്ലതും ഉണ്ടോ നിനക്ക്? ഇനി നീ എതിർത്തൊന്നും പറയണ്ട. നിന്റെ ഭാവിയാ അമ്മയ്ക്ക് വലുത്. നേരത്തെ വിഷ്ണുവിന്റെ മകളുമായിട്ടുള്ള വിവാഹം ദൈവമായിട്ട് കൊണ്ടുവന്ന ഭാഗ്യ മോനെ. നീരേറ്റ് തറവാടിന്റെ അന്തസ്സും ആഭിജാത്യവും ഐശ്വര്യവും നമ്മുടെ കുടുംബത്തിലേക്ക് വരിക എന്ന് പറഞ്ഞ വീണമോളെ പോലൊരു പെൺകുട്ടിയെ നിനക്ക് ജീവിതത്തിൽ ഒരിക്കലും കിട്ടില്ല. പറ, നിനക്ക് സമ്മതമല്ലേ? അതെ. എന്തിനാ സാർ എന്നെ രക്ഷിച്ച്? അവിടെ തന്നെ രക്തം മാറുന്നു മരിക്കാൻ വിട്ടാ പോരായിരുന്നോ? അരുത് കുട്ടി, ഇങ്ങനെയൊന്നും പറയരുത്. നിന്റെ കഥ മുഴുവൻ നീ പറഞ്ഞു, ഞങ്ങൾ കേൾക്കുകയും ചെയ്തു. പക്ഷേ വർഷം ഒരു കാര്യം മനസ്സിലാക്കണം. ഇത്തരം കഥകളുള്ള ആയിരക്കണക്കിന് ആളുകൾ പിന്നെയും ജീവിക്കാനുള്ള ആശയോടെ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. എനിക്കിനി ജീവിക്കാൻ ആശയില്ല ചേച്ചി. വർഷ, ഞങ്ങളുടെ കഥ കൂടി ഒന്ന് കേൾക്കുക. എല്ലാ ഐശ്വര്യങ്ങളും ദൈവം വാരിക്കോരി തന്നൊരു കുടുംബം ഞങ്ങളുടേത്. എന്നിട്ടോ 15 വർഷം മുമ്പ് ഒരു ആക്സിഡന്റിൽ എനിക്കും ചേച്ചിക്കും എല്ലാം നഷ്ടപ്പെട്ടു. ഒരേ വാഹനത്തിൽ പിക്നിക്കിന് പോയതാ ഞങ്ങൾ. എനിക്ക് എൻ്റെ ഭാര്യയും മകനും നഷ്ടപ്പെട്ടു. ചേച്ചിക്ക് ഭർത്താവും 2 കുട്ടികളും. എന്നിട്ട് ഞങ്ങൾ ആത്മഹത്യ ചെയ്തോ? ഇല്ലല്ലോ. പരസ്പരം സഹായിച്ചും സ്നേഹം കൊടുത്തും മറ്റുള്ളവർക്ക് നന്മ ചെയ്തും സന്തോഷത്തോടെ ജീവിക്കുന്നു. ജീവിതം അതിനുള്ളതല്ലേ? നശിപ്പിക്കാൻ വേണ്ടി ദൈവം ആർക്കും ജീവൻ വെച്ച് നീട്ടുന്നില്ല കുട്ടി. ഞാൻ എന്ത് ചെയ്യും സർ? എനിക്ക് ലോകത്തിൽ ആരുമില്ല. എന്നാര് പറഞ്ഞു? ആണോ ചേച്ചി? വർഷയ്ക്ക് ഈ ലോകത്ത് ആരുമില്ലേ? ഇനി വർഷയുടെ ബന്ധുക്കൾ ഞങ്ങളാ. ഞങ്ങളുടെ ബന്ധു വർഷയും. എഴുന്നേറ്റോ ചിന്നു? ആ, ചെരിഞ്ഞ ശേഷം മാത്രമേ എഴുന്നേക്കാവൂ. എത്ര തവണ പറഞ്ഞു നിന്റെ അടുത്ത്? ഞാനത് എപ്പോഴും മറന്നു പോകും കൊച്ചമ്മേ. അത് അപകട ചിന്നു. അമ്മ ചെരിയുമ്പോഴും എഴുന്നേക്കുമ്പോഴും എല്ലാം കുഞ്ഞു വയറ്റിന്റെ അകത്ത്. അത് നേരാവണ്ണം അല്ലെങ്കിൽ പൊക്കിൾ കൂടി എവിടെയെങ്കിലും ചുറ്റിപ്പോവും. കുഞ്ഞിന്റെ കഴുത്തിലോ മറ്റോ പൊക്കിൾ കൂടി ചുറ്റിയാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. അയ്യോ, പേടിക്കണ്ട, സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാ. ചിന്നു ആന്റി, ഞാൻ ഡാഡിയുടെ കൂടെ പോവാണല്ലോ. അമ്മുക്കുട്ടി ഞങ്ങളെ പറ്റിക്കാൻ പറയാ? അല്ല പാറു ആന്റി, സത്യ. ഡാഡി ഇപ്പൊ വന്ന് പോയതേ ഉള്ളൂ. നാളെ എന്നെ കൊണ്ടുപോകും. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഇവിടുന്ന് പോയാ ചിന്നു ആന്റിയും പാറു ആന്റിയും ഒക്കെ മറക്കുമോ മോള്? ഇല്ല, ഞാൻ എല്ലാവരും കാണാൻ വരും. ചിന്നു ആന്റി, എപ്പോഴാ കുഞ്ഞുവാവേ? കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാ വരും. എനിക്ക് കാണണം കുഞ്ഞുവാവേ. അതിനെന്താ, മോള് വന്ന് കണ്ടു. എന്താ വാവയുടെ പേര്? അത് കൊള്ളാം. കുഞ്ഞുവാവ ഇങ്ങോട്ട് വന്നാലല്ലേ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് അറിയാൻ പറ്റൂ. എന്നിട്ട് വേണ്ട പേരിടാൻ. അയ്യോ, അത് ഞാൻ ഓർത്തില്ലല്ലോ. ചിന്നു ആന്റി, എന്താ കുഞ്ഞുവാവയുടെ അച്ഛൻ വരാത്തെ?
വരും മോളെ, കുഞ്ഞുവാവയെ കാണാൻ വരും. കൊച്ചമ്മേ, എനിക്ക് കരിമനെ കാണണം. ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോവും. അബദ്ധം പറയണ്ട. ഞാൻ അച്ഛനോട് പറഞ്ഞ് കേശും അവനെ അയച്ചോളാം. ഒരു വിവരം അറിയാൻ പറ്റുന്നില്ല എനിക്ക്. വിഷമിക്കേണ്ട വെറുതെ. കരിമനെ വിളിച്ചോണ്ട് വരാം, അതുപോരെ? എന്തിനാ കുട്ടി ഇങ്ങനെ തനിച്ചിരിക്കുന്നേ? വന്നേ, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. വേണ്ട, എനിക്കൊന്നിനും ഒരു മൂടില്ല. അത് കൊള്ളാം. ഇരുട്ടത്ത് ഒറ്റയ്ക്കിരുന്നാലാണ് മൂട് വരുന്നേ. ദേ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, കൺമുന്നിന്ന് മറിഞ്ഞു. ഇനി അതോർത്തിരുന്നിട്ട് ഒരു കാര്യമില്ല. എല്ലാം കഴിഞ്ഞു പോയിട്ടില്ല. ഒരാളിപ്പോഴും ഉണ്ട്. എന്താ വർഷം ഉദ്ദേശിക്കുന്നേ? ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ട്. സുധീഷ് എന്നെ കല്യാണം കഴിക്കാന്ന് വാക്കു പറഞ്ഞതാ. ആണോ? പിന്നെ എന്താ കുട്ടി നീ അയാളുടെ അടുത്തേക്ക് പോവാത്തത്? അത് ഞങ്ങൾ തമ്മിൽ ചെറുതായിട്ടൊന്ന് പിണങ്ങിയിരുന്നു. ആ സങ്കടം കൂടി ആയപ്പോഴാ മരിച്ചു കളയാന്ന് തോന്നിയ. പക്ഷേ ഇനി എനിക്ക് സുധീഷിനെ കാണാതിരിക്കാൻ പറ്റില്ല ചേച്ചി. തൽക്കാലത്തെ ദേഷ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറഞ്ഞെന്ന് വെച്ച് സുധീഷിന് എന്നെ വെറുക്കാനൊന്നും കഴിയില്ല. ഞാൻ എവിടെയാന്നറിയാതെ വിഷമിക്കായിരിക്കും. ഈ സുധീഷ് ഇപ്പൊ എവിടെയുള്ളത്? ഈ നാട്ടിൽ തന്നെയാ. വീട്ടിലുണ്ടാവും ഇപ്പൊ. പക്ഷെ അങ്ങോട്ട് പോവാൻ എനിക്ക് കഴിയില്ല. സുധീഷിന്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല. ഫോണിലൊന്ന് വിളിച്ചു നോക്ക് വർഷേ, ഇവിടെയുള്ളതെന്ന് പറയാലോ. വേണ്ട, ഫോണിലാവുമ്പോ ചിലപ്പോ. വേണ്ട, എനിക്ക് സുധീഷിനെ നേരിട്ട് കാണണം. നാളെ ഞാൻ സുധീഷിന്റെ ഓഫീസ് വരെ ഒന്ന് പൊയ്ക്കോട്ടെ. അതിനെന്താ, കാർ എടുത്ത് പോയിക്കോ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അറേഞ്ച്മെന്റ് ചെയ്യാം. ഞാനും കൂടി വന്ന് സംസാരിക്കണോ നിങ്ങളുടെ പിണക്കം തീർക്കാൻ? വേണ്ട, ഞാൻ തനിച്ച് പൊയ്ക്കോളാം. ഇപ്പൊ മുഖം തെളിഞ്ഞല്ലോ. മൂഡൌട്ട് എന്തായിരുന്നു എന്ന് ഇപ്പോഴല്ലേ പിടികിട്ടിയത്. പിന്നെ പിണക്കമൊക്കെ തീർന്ന് കല്യാണത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിയ അതിനു വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തരും. തിരിച്ചൊരു ജീവിതത്തിലേക്ക് വർഷം എത്തുന്നത് കാണാൻ തന്നെയാ എനിക്കിഷ്ടം. എനിക്കും എൻ്റെ അനിയൻ ഗോവിന്ദനും നഷ്ടമായത് മറ്റുള്ളവർക്ക് ലഭിക്കട്ടെ. അതിലൂടെ ഞങ്ങൾക്ക് സന്തോഷിക്കാമല്ലോ. ആ പിന്നെ ആ സുധീഷ് എന്തെങ്കിലും ഒരു തടസ്സം പറഞ്ഞ് മടിക്കണ്ട. ഗോവിന്ദനും വലിയ സ്വാധീനവും പണവും ആൾബലവും ഒക്കെ ഉണ്ട്. എന്നോട് നിങ്ങൾ രണ്ടാളും കാട്ടുന്ന ഈ സ്നേഹത്തിനും സഹായത്തിനും എന്താ തിരിച്ചു തരേണ്ടെന്ന് എനിക്കറിയില്ല. എന്നെങ്കിലും ഇതിനൊക്കെ പകരം ചെയ്യാൻ ദൈവം എന്നെ സഹായിക്കുമായിരിക്കും. ബി ഹാപ്പി വർഷ, ബി ഹാപ്പി. ആർഭാടത്തിൽ എനിക്ക് വലിയ താല്പര്യമില്ല. ഒന്നാമത് അമ്മയുടെ അവസ്ഥ, പിന്നെ കയ്യിൽ കാശും കുറവാ. ഇനിയിപ്പൊ എന്റെ കാശ് സുധീഷേട്ടന്റെയും കൂടിയല്ലേ? അത് മാത്രമല്ല വീണ, വർഷയുടെ കുടുംബത്തിൽ സംഭവിച്ചതൊക്കെ എന്നെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. അവളെ കാണാനുമില്ല. ഏതെങ്കിലും കാണാമറയത്ത് പോയി ആത്മഹത്യ ചെയ്തോ എന്തോ. സുധീഷേട്ടൻ ഇനി വർഷയുടെ കാര്യം ആലോചിക്കാനോ പറയാനോ പാടില്ല. എനിക്കത് സങ്കടാ. അവളങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന ടൈപ്പൊന്നുമല്ല. മുംബൈയിലേക്കോ മറ്റോ നാട് വിട്ട് കാണും. നമ്മുടെ മുമ്പ് ജീവിക്കാനുള്ള മടി കൊണ്ട് ഇനി ഒരിക്കലും അവൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല. എനിക്ക് ഉറപ്പാ. അത് കടന്നു വരാൻ പാടില്ല. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോ നിനക്കും നിന്റെ കുടുംബത്തിനും വിധേയനായിട്ടുള്ള ആളാ. എന്റെ അമ്മയുടെ ജീവൻ തിരിച്ചു തന്നവരാ നിങ്ങള്. അപ്പോ വെറും കടപ്പാട് മാത്രമാണോ എന്നോടുള്ള? സ്നേഹമില്ലേ സുധീഷേട്ടൻ എന്നോട്? ഉണ്ട് വീണ. സ്നേഹമില്ലെങ്കിൽ കല്യാണത്തിന് ഞാൻ സമ്മതിക്കുമോ? പിന്നെ മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ കഴിയാത്തത്
എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാരണം. ഈ അവസ്ഥ വേഗം മാറും. അമ്മയ്ക്ക് വേഗം സുഖാവും ചെയ്യും. സുധീഷേട്ടനെ ആദ്യം കണ്ടപ്പോ തന്നെ എന്റെ മനസ്സ് പറഞ്ഞതാ, ഇതാ അന്വേഷിച്ച് നടന്ന ആളെന്ന്. കഴിഞ്ഞ ജന്മത്തിലും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു എന്നുള്ളത് ഉറപ്പാ. അങ്ങനെയല്ലേ? ആയിരിക്കും. ആയിരിക്കുന്നല്ല, ആണ്. ഓ ശരി, അങ്ങനെ തന്നെയാ. ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോവായിരുന്നില്ലേ നമുക്ക്? ആർക്ക്? ഒന്നുമില്ല. ഞാൻ ഹോസ്പിറ്റലിലെ കാര്യം. അല്ല, വർഷയുടെ കാര്യമല്ലേ പറഞ്ഞേ? എന്റെ കൂടെ നിൽക്കുമ്പോഴും അവളെയാണ് ഓർമ്മിക്കുന്നേ. അയ്യോ അല്ല വീണ, ഹോസ്പിറ്റലിൽ അമ്മയെ നോക്കാൻ നിർത്തിയ ആ ഹോം നേഴ്സ് ഒന്നും പറയാതെ പോയതിന്റെ ദേഷ്യം അതറിയാതെ പറഞ്ഞു പോയതാ. സത്യം, ഇനി എന്റെ മനസ്സിൽ നീ അല്ലാതെ വേറെ ആരും ഉണ്ടാവില്ല. പ്രോമിസ്? എന്റെ വീണയാണ്, എനിക്കിനി എല്ലാം നീയാ. ഹലോ, സുധീഷ് എവിടെ? ആരാ? ഇയാള് കാര്യം പറയടോ. സുധീഷ് എവിടെ? കല്യാണത്തിന് പോയിരിക്കുക. വീണയോ? മേഡവും കല്യാണ വിരുന്നിന് തന്നെയാ പോയിരിക്കുന്നത്. സ്വന്തം കല്യാണ വിരുന്നിന് അവരവർ തന്നെ പോണ്ടേ? എന്താ സ്വന്തം കല്യാണം വരുന്നോ? ആരുടെ? ഓ, അപ്പൊ സാറിനെയും മേഡത്തിനെയും ഒട്ടും പരിചയമില്ലാത്ത ആളാ അധികാരത്തിന്റെ പേരും വിളിച്ച് ഓരോന്ന് ചോദിക്കുന്നത്. എന്റെ കുട്ടി സുധീഷ് സാറിനെയും വീണ മേഡത്തിന്റെയും കല്യാണം ഇന്നലെ കഴിഞ്ഞു. ഇന്ന് വിരുന്ന. ബോറടിച്ചോ സുധീഷേട്ടാ? കുറച്ച്. സോറി, അപ്പുറത്തെ അപ്പൂപ്പനും പാർവതി ആന്റിയും ഒക്കെ യാത്ര പറയാൻ കുറച്ച് വൈകി. അതിനിടയില് ഞാൻ പോട്ടെ, എനിക്കെന്റെ സുധീഷേട്ടൻ്റെ അടുത്ത് പോണോന്നൊക്കെ പറഞ്ഞ് ഓടി വരാൻ പറ്റുമോ? നിന്റെ അപ്പൂപ്പൻ പറയേണ്ടതാണല്ലോ, മോള് പോയിക്കോ, സുധീഷ് ഏട്ടൻ കാത്തിരിക്കുന്നുണ്ടാവുന്നൊക്കെ. അയ്യടാ, എനിക്ക് സുധീഷേട്ടന്റെ അമ്മാവൻ എന്താ അത് പറയാത്തെ? ഈ പരിസരത്ത് ഇപ്പോ എനിക്കല്ലാതെ വേറെ ആർക്കും വിവരമില്ല, അത്ര തന്നെ. ഒന്ന് പതുക്കെ, അപ്പുറത്തുള്ളവർക്ക് എന്ത് വിചാരിക്കും? എന്തു വിചാരിക്കും? പറയട്ടെ, ഞാൻ അടുത്ത് വാ. ശരി, പറയട്ടെ. വേണ്ട വേണ്ട വേണ്ട. അമേരിക്കൻ റിട്ടേൺസ് ആണെങ്കിലും ഞാൻ നീരറ്റ് കൃഷ്ണപിള്ളയുടെ കൊച്ചുമോളാണേ. ഇത്തിരി നാണവും മാനവും ഉള്ള കൂട്ടത്തില. എന്നാലേ ഇന്ന് എനിക്കൊരു നാണമില്ല. ഹാ, അപ്പൊ തമാശക്കുണ്ടല്ലേ? ഓഫീസിൽ ഇതൊന്നും കണ്ടില്ലല്ലോ. ഓഫീസിൽ തമാശയും പറഞ്ഞിരുന്നാ മതിയോ? ഈ മനുഷ്യനെ ഒന്ന് സ്വന്തമാക്കാൻ ഞാൻ എത്രയാ പാടുപെട്ടെന്നറിയോ? കൈ കിട്ടുന്നത് വരെ ടെൻഷനായിരുന്നു. എന്തിന്? എന്റെ സുധീഷേട്ടനെ ആരെങ്കിലും വന്ന് തട്ടിക്കൊണ്ട് പോവോന്ന് പേടിച്ചിട്ട്. അതെന്നെ ഒന്ന് കുത്തിയതല്ലേ? കുത്തിയതല്ല, നുള്ളിയതാ. ദേ ഈ ഹൃദയത്തില്. എനിക്കിഷ്ടാ ഏട്ടനെ നുള്ളി നോവിക്കുന്നത്. കൊള്ളാം. ഇപ്പൊ നീ ഏതോ നാട്ടുംപുറത്തുകാരി പെണ്ണിനെ പോലുണ്ട്. ആണോ? എന്നാ ഞാൻ ചെയ്ത ഒരു മണ്ടത്തരം പറയട്ടെ? എന്നോട് ദേഷ്യപ്പെടുവോ? ആദ്യം മണ്ടത്തരം കേക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാൻ ദേഷ്യപ്പെടണോ വേണ്ടോന്ന്. എന്നാ വേണ്ട, കേട്ട സുധീഷന് ദേഷ്യം വരും. ശരി ശരി ശരി, ദേഷ്യപ്പെടില്ല, കേക്കട്ടെ. അത് സുധീഷേട്ടനോടുള്ള ഇഷ്ടം കൂടിക്കൂടി വന്നപ്പോ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ നാളെ പറയാം. ഇനിയിപ്പോ പറഞ്ഞാ പറ്റൂ. ചുമ്മാ വിളിച്ചുണർത്തിയിട്ട് ഊണില്ലെന്ന് പറയുന്നോ? പറ്റില്ല, നിന്റെ മണ്ടത്തരം കേട്ടിട്ടേ ഇനി കാര്യമുള്ളൂ. ഇത് അത്ര മധുരമുള്ള വാർത്തയൊന്നുമല്ല. എന്ത് കഷായാലും വിളമ്പ്. എനിക്ക് ഉറക്കം വരുന്നു. അത് അന്നൊരു ദിവസം സുധീഷേട്ടൻ ഗോൾഡൻ പ്ലാസ ഹോട്ടലിൽ ഒരു ഫുൾ ഡേ ഇരുന്നത് ഓർമ്മയുണ്ടോ? കൊള്ളാം. അത് മറക്കണമെങ്കിൽ കുറഞ്ഞ 50 വർഷമെങ്കിലും കഴിയും. അല്ല, നിന്റെ മണ്ടത്തിലും ഇതും തമ്മിൽ എന്താ ബന്ധം? ഞാനിന്ന് ക്ലയന്റ് വരുന്നുണ്ടെന്ന് സുധീഷേട്ടനോട് കള്ളം പറഞ്ഞതാ. കള്ളം പറഞ്ഞോ? എന്തിന്? അത് വർഷയും സുധീഷേട്ടനും തമ്മിലുള്ള അടുപ്പം പൊളിക്കാൻ. വർഷയെ വിളിച്ചു പറഞ്ഞ ആ ഹോട്ടൽ ജീവനക്കാരി
ഞാൻ തന്നെ